ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സമയം ഏകദേശം 9:45 ആയിട്ടുണ്ട്. അപ്പം അൽ മസ്കറ്റ് സീരീസിൻ്റെ മെയിൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പാതിരാത്രിക്ക് ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്താണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പാതിരാത്രിക്ക് എങ്ങോട്ടേ പോകണമെന്ന്? അപ്പോൾ വേറെ എങ്ങോട്ടുമല്ല, നമ്മൾ ജസ്റ്റ് ഒരു ഔട്ടിങ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാറ്റ്, നമ്മുടെ നാട്ടിൻ ഭാഷ പറഞ്ഞ കാറ്റ് വെള്ളം ഇറങ്ങുന്നു എന്ന് പറയാം. ജസ്റ്റ് ഫോർ റിഫ്രഷ്മെൻറ്റ് എന്ന് ഇച്ചിരി സാഹിത്യപരമായി പറയാം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളീ പോകുന്നത്, ഒന്ന് റിഫ്രഷ് ചെയ്യും. കാര്യം ഈ റൂമിൽ ഇരുന്ന് എല്ലാവർക്കും ഈ അടച്ചിരുന്നരച്ചെന്ന് എല്ലാവർക്കും ബോറടിക്കും. അതുകൊണ്ടാണ് നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങിയത്. അതുകൊണ്ട് പോയെന്നേ ഉള്ളൂ. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും, വലിയ വ്ളോഗൊന്നുമല്ല, ഒരു ചെറിയ കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഇത് ഷോർട്ട് വ്ളോഗായിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഷോർട്ട് വ്ളോഗ് ഓൾറെഡി നമ്മുടെ വേറൊരു ചാനലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വിചാരിക്കും ഇത് കുറേ ചാനലുണ്ടാകുന്നു. നമുക്കപ്പോൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 3 ചാനലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഗെയിമിംഗ് ചാനൽ ഡാർക്ക് വിസാർഡ് 18 എന്നുള്ളത്, 2 നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന വ്ളോഗ് ചാനൽ വിസാർഡ് വ്ളോഗ്സ് ആൻഡ് ട്രാവൽസ് എന്നുള്ളത്, അടുത്ത പുതിയൊരു ചാനൽ കൂടെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അൽ മസ്കറ്റ് ഫാമിലി എന്നും പറഞ്ഞ് നമ്മുടെ ഫാമിലി ബേസ്ഡ് കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാനലും കൂടെ. അപ്പോൾ ഇനി തൊട്ട് 3 ചാനലിലാണ് നമ്മൾ മേൽനോട്ടം വഹിക്കുന്നത്. സോ 3 ചാനലിലും കണ്ടൻറ്റ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി തൊട്ട് ചിലപ്പോൾ, അപ്പോൾ അളിയൻ പറഞ്ഞത് ഇവിടെയൊക്കെ നടക്കാൻ പണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഓഡിയോ മ്യൂട്ടഡ് ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വെച്ച മാത്രമേ ഈ വോയിസ് ഓവറായിട്ട് കേൾക്കുന്നുള്ളൂ. ബാക്കി ആരുടെ വെച്ച് കേൾക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മൈക്ക് നമുക്ക് ഫോണിൻ്റെ ക്യാമറ ആണല്ലോ വീഡിയോ പോകുന്നത്. നമ്മൾ വേറെ മൈക്കും കാര്യങ്ങളൊന്നുമില്ല, എക്സ്റ്റേണൽ മൈക്കൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഈ വണ്ടിയുടെ ഒച്ച, കാറിനകത്തുള്ള ഒച്ച എല്ലാം കൂടെ മിക്സ്ഡപ്പായിട്ട് വരുമ്പോൾ ഫുള്ള് ഒരുമാതിരി ഭയങ്കര ഒച്ചയായിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓഡിയോ കട്ട് ചെയ്ത് വോയിസ് ഓവറായിട്ട് മാത്രമേ ചെയ്യുന്നത്. അപ്പോൾ ഫാമിലി വ്ളോഗിൽ നമ്മുടെ ഇതാണ് നമ്മുടെ സ്ഥലം, നമ്മുടെ വോക്ക് വേ എന്ന് പറയുന്നത്. ഇതൊരു വോക്ക് വേ എന്ന് വേണേൽ പറയാം. അതായത് നമ്മൾ ഈ വൈകിട്ട് 9:52 ആയിട്ടുണ്ട്. ഈ വൈകിട്ടൊക്കെ നടക്കാൻ ഓടാറുന്നുണ്ട്. അവിടെ കൂടെയൊക്കെ ആൾക്കാർ നടക്കാൻ പോകുന്നുണ്ട്. ഇത് കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം, ഇതാണ് ഒരു വാക്ക് വേ. ഇതൊക്കെ നടക്കുന്ന സ്ഥലം തന്നെ, നടപ്പാത എന്ന് പറയും. നമ്മൾ അവിടുത്തെ നടപ്പാതകൾ കണ്ടോ, അവിടെയുണ്ട്. ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ കൂടെയൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്ത് 2 സൈഡിൽ റോഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി തൊട്ട് ഫാമിലി ബേസ്ഡ് കണ്ടൻറ്റുകൾ ആ ചാനലായിരിക്കും വരുന്നത്. അൽ മസ്കറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ആ ചാനലിൽ വരും. പിന്നെ എൻ്റേതായ ചെറിയ ചെറിയ വ്ളോഗുകൾ നമ്മുടെ ഈ വ്ളോഗ് ചാനലിൽ ഷോർട്ട് വ്ളോഗ് മെയിൻ വ്ളോഗായിട്ട് വരും. അപ്പോൾ ഇനി ഫാമിലി ബേസ്ഡ് കണ്ടൻറ്റുകൾ അതിനകത്തോട്ടായിരിക്കും പോകുന്നത്. അപ്പം ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം എവിടെയെങ്കിലും. പിന്നെ അതിനകത്ത് നമ്മൾ ചെറിയ സ്കിറ്റോ അല്ലെങ്കിൽ കോമഡി വീഡിയോസ് ചെയ്യാൻ ഞാൻ ഭാവിയിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ഒന്നുമില്ല, ഞാൻ അതിനെപ്പറ്റിയുള്ള പരിപാടിയിലാണ്. കുറച്ച് പരിപാടിയിലൊക്കെ കാരണം ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ലൈവിനകത്ത് ഞാൻ കാണാത്തത്. സോ അങ്ങനത്തെ കുറച്ച് പരിപാടി ഇനി വരുന്നുണ്ട്, ഭാവിയിൽ വരും. അതിൻ്റെ ഒരു പരിപാടിയിലാണിതേ. ഇതാണ് നമ്മുടെ ബാക്ക് വേ. ഇനി ഈ ഇരുട്ടത്തൊന്നും കാണത്തില്ല, ഇതൊരു ഇരുട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതേ കൊച്ചിന്, അവൾക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഓപ്പൺ പ്ലേസ് കാണുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഈ റൂമിൽ ഇരുന്നിരുന്നിട്ട് ഞങ്ങളുടെ മോന്തം മാത്രം കണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവൾക്ക് ഈ കെട്ടുവിട്ട വട്ടം പോലെ ഇങ്ങനെ ഓടി നടക്കുവാണ്. ഞാൻ പറയാറുന്നില്ല, അവളിങ്ങനെ ഓടി നടക്കുവാണ്. അങ്ങനെ കുറേ നേരത്തെ ഓട്ടം ചാട്ടം കഴിഞ്ഞ് ഒരാൾ റെസ്റ്റ് എടുക്കുന്നു. അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഫാമിലി കണ്ടൻറ്റുകൾ അതിനകത്ത് വരും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഫോർ ചിലപ്പോൾ ഇതൊരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കണ്ടൻറ്റുകളും നമ്മുടെ ആ ചാനലിലായിരിക്കും ഫാമിലി കണ്ടൻറ്റുകൾ വരുന്നത്. അല്ലാത്ത ചെറിയ കണ്ടൻറ്റുകൾ നമ്മുടെ വ്ളോഗ് ചാനലിലും വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി, എനിക്കൊരു മൈൻഡ് റിഫ്രഷിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. സമയം 10:44 ആയിട്ടുണ്ട്. 10:14 ആയിട്ടുണ്ട്, 44 അല്ല, ഇടയ്ക്ക് തെറ്റിപ്പോകുന്നു. അപ്പം ഞാൻ അങ്ങനെ ആലങ്കാരികമായിട്ട് പറഞ്ഞു, ജസ്റ്റ് ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് ഷോർട്സിന് വേണ്ടി കുറച്ച് വീഡിയോ എടുക്കണം. അതിന് വേണ്ടി ഞാൻ വന്നത്. പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കണം. ഞാൻ ഇങ്ങനെ തനിയെ മാറി നിൽക്കുന്ന എനിക്കായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടി വന്നാണ് നമ്മളിതേ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു. നമുക്ക് വേണ്ട വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളപ്പോൾ പോവാണ്.
ഇത്ര ഒരു മണിക്കൂറോളം ഇപ്പോൾ വന്നിട്ടുണ്ട്. 1 മണിക്കൂറായില്ലെന്ന് തോന്നുന്നു, എന്നാലും കുറച്ച് നേരം ഒരു 10-15 മിനിറ്റത്തോളം നമ്മളിവിടെ നിന്നു. അപ്പോൾ ഇതാണ്. പിന്നെ ചൂടും കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അധികം വെളിയിറങ്ങാത്തത്. ഈ സമയത്തൊക്കെ നല്ല ചൂടാണ്, ഈ ജൂൺ ജൂലൈ സമയത്തൊക്കെ നല്ല ചൂടാണ്. എനിക്ക് എത്രത്തോളം അത് ഫീലാകുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാനൊക്കെ ഇപ്പോൾ വിയർത്ത് എൻ്റെ വായിൽ നിന്ന് ഒരേം പതയും വരുന്ന അവസ്ഥയിലാണ് ഇതിലേക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നമുക്ക് അധികം വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. കൊച്ചിനെ കൊണ്ട് ഞാൻ ഇറങ്ങാറുണ്ട് വൈകിട്ട് രാത്രിയിലൊക്കെ. അതുകൊണ്ട് ഈ ഒരു 9-10 മണി സമയത്തൊക്കെയാണ് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങുന്നത്. നമ്മളും അതുകൊണ്ടാണ് ഈ സമയത്തൊക്കെ ഇറങ്ങുന്നത്. മിക്ക നൈറ്റ് വീഡിയോസ് ആയിരിക്കും നമ്മുടെ എല്ലാം. കുറച്ച് വീഡിയോസിൽ മാത്രമേ എനിക്ക് തോന്നുന്നു പകൽ നമ്മൾ മറ്റേ അമറാത്തി പോയത് മാത്രമേ ഉള്ളൂ. ചേച്ചി അമ്മയും കൂടെ പോകുന്നുണ്ട്, അളിയൻ്റെ കാർ എടുത്തിട്ടുണ്ട്, ഞാൻ നടക്കുന്നുണ്ട്. കണ്ട ഞാൻ വിയർത്ത്, നല്ല രീതിയിൽ വിയർത്ത്. ഇതിനിടയ്ക്ക് അവളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവളുടെ പുറകെ കിടന്ന് കുറച്ച് ഓടി. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരാളെൻ്റെ തോളെടുത്ത് വേളം തുടങ്ങി. അപ്പോൾ അമ്മയും ചേച്ചി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വ്ളോഗ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അപ്പം മറ്റൊരു വ്ളോഗ് ആയിട്ട് വരാം. ബായ്.